1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ സ്ഥാനാർത്ഥി ഓഹരിയുള്ള കമ്പനിയുടെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ കമ്പനികളുടെ അനുബന്ധ സ്ഥാപനങ്ങളുടെ ആസ്തിയും വരുമാനവും പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന കാര്യം പറയുന്നില്ല. ആ പഴുതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രയോജനപ്പെടുത്തിയത്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ സ്വത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? ഇത് വലിയൊരു പ്രശ്നമാണ്. സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്ക് വോട്ടിനായി വരുന്ന, സമ്മതിദാന അവകാശം അന്വേഷിച്ചു വരുന്ന ജനപ്രതിനിധികളാകാൻ തയ്യാറെടുത്ത് വരുന്ന നേതാക്കൾ ജനങ്ങളുടെ മുമ്പിൽ പലതും മറച്ചു വെക്കുന്നത് നേരായ പരിപാടിയാണോ? ഈ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ടാണ്. രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ വലിയ കോർപ്പറേറ്റാണ്, IT ഭീമനാണ് എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഉടമയായ രാജീവ് ചന്ദ്രശേഖറിന് ഒരു കാറ് പോലും ഇല്ല. സത്യവാങ്മൂലത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ വീഡിയോ അതുമായി ബന്ധപ്പെട്ട 2 പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാനാണ്. ഒന്ന്, നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്, എന്താണ് നമ്മൾ നേരത്തെ ഒരു വിശദമായ വീഡിയോ ചെയ്തിരുന്നു, ഓരോ സ്ഥാനാർത്ഥിയുടെയും വെളിപ്പെടുത്തിയ സ്വത്തിനെ കുറിച്ചുള്ള വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എത്രയാണ് സ്വത്ത്, കാറുണ്ടോ സ്കൂട്ടറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഡിഫൻസ് ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ഒരേ സമയം മുതലാളിയായ കച്ചവടക്കാരനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയുമായി ഒരു സ്പേസിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യമുണ്ടല്ലോ, അതിനൊക്കെ മറികടന്നുകൊണ്ട് അവിടെ ഇരുന്ന ഒരു മഹാനായ കോർപ്പറേറ്റാണ്. ആ സമയത്ത് നടന്ന വിവിധമായ ആരോപണങ്ങൾ, ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ രണ്ടാമത്തെ ഈ വീഡിയോയുടെ ഭാഗത്ത് അതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ സ്ഥിതി, ഈ വിവാദത്തിന് ആധാരമായ സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരം എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഏപ്രിൽ 4 അദ്ദേഹം നോമിനേഷൻ സമർപ്പിച്ചത്. ഇതുപ്രകാരം ചന്ദ്രശേഖറിന് 23.65 കോടി രൂപയുടെ ആസ്തി മാത്രമേ ഉള്ളൂ. രാജ്യത്തിന് പുറത്തുള്ള ആസ്തികൾ ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി 28.09 കോടി രൂപയാണ്. ഇതിൽ 13.69 കോടി മൂല്യമുള്ള ജംഗമ ആസ്തികളും ഓഫ് ഷോർ ആസ്തികൾ ഉൾപ്പെടെ 14.4 കോടി മൂല്യമുള്ള സ്ഥാവര ആസ്തികളും ഉൾപ്പെടുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലായി 10.38 കോടി, ബോണ്ടുകളിലായി 45.7 കോടി രൂപയും നെഗറ്റീവ് ആസ്തി 41.2 കോടി രൂപ വ്യക്തിഗത വായ്പ ബാധ്യത ഉണ്ട്. 3.35 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും ഉൾപ്പെടുന്നു. സത്യവാങ്മൂലത്തിൽ ചന്ദ്രശേഖറിൻ്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖറിന് 12.47 കോടി രൂപയുടെ സ്വത്താണുള്ളത്. അതിനാൽ കുടുംബത്തിൻ്റെ ആകെ ആസ്തികൾ 36 കോടി രൂപയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 29 കോടി രൂപ കുറഞ്ഞു. 2018 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 27.98 കോടി രൂപയുടെ വ്യക്തിഗത ജംഗമ സ്വത്തുക്കളും 12.96 കോടി മൂല്യമുള്ള സ്ഥാവര ജംഗമ സ്വത്തുകളും ഉൾപ്പെടെ 65 കോടി രൂപയുടെ സ്വത്ത് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. 2018 ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള 9.41 കോടി രൂപയും 2 ആശ്രിതരുടെ ഉടമസ്ഥതയിൽ 7.7 കോടിയും 6.67 കോടിയും വിലമതിക്കുന്ന ജംഗമ സ്വത്തുകൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 2024 സത്യവാങ്മൂലത്തിൽ, അതായത് ഇത്തവണ കൊടുത്തതിൽ, COVID-19 ശേഷമുള്ള വർഷമായ 2021-22 സാമ്പത്തിക വർഷത്തിൽ 680 രൂപ നികുതി നൽകേണ്ട വരുമാനം മാത്രമേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത്. അഞ്ജു ചന്ദ്രശേഖറിന് അതേ സാമ്പത്തിക വർഷം നികുതി നൽകേണ്ട വരുമാനം 18.7 ലക്ഷം രൂപയായിരുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 10.8 കോടി രൂപയായിരുന്നു ചന്ദ്രശേഖറിൻ്റെ നികുതി വരുമാനം. 2022-23 ഏകദേശം 5.59 ലക്ഷം രൂപയായി കുത്തനെ ഇടിഞ്ഞതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു. സത്യവാങ്മൂലത്തിൽ ചന്ദ്രശേഖറിന് കാറില്ല. 2024 സത്യവാങ്മൂലം അനുസരിച്ച് കേന്ദ്രമന്ത്രിക്ക് 19.41 കോടി രൂപയും ഭാര്യയ്ക്ക് 1.6 കോടി രൂപയും ബാധ്യതയുമുണ്ട്. യഥാർത്ഥത്തിൽ നിയമപരമായ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സത്യവാങ്മൂലത്തിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിലെ സ്വത്ത് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനി, ഏഷ്യാനെറ്റ്, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വമ്പൻ കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് ഇവിടെ കാണുന്നില്ല എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അതൊന്നും ഒരു വ്യക്തിഗത സ്വത്തിൻ്റെ ഭാഗമല്ല അത്രേ. അതുകൊണ്ട് നിയമപരമായി അതിന് ചില പഴുതുകളുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും വെളിപ്പെടുത്താത്തത് എന്നൊക്കെയുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയമാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ വിഷയം. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനൊപ്പം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ഭീമൻ
എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു, നീണ്ടകാലം രാജ്യസഭാംഗമായിരുന്നു, അതേസമയം തന്നെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഡിഫൻസ് ഇൻവെസ്റ്ററും ആയിരുന്നു. ഡിഫൻസ് മേഖലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ മുതലാളി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. നമ്മൾ ഒരേ സമയം മുതലാളിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളും ആയി പ്രവർത്തിക്കുന്ന ഘട്ടം എന്തായിരിക്കും? അപ്പം മുതലാളിക്ക് വേണ്ടി ഈ പറയുന്ന ജനങ്ങളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള ആരോപണം വ്യാപകമായി വരും. നമ്മളൊന്നും പക്ഷേ അങ്ങനെ കേട്ടിട്ടില്ല അല്ലേ? അത് കേൾക്കില്ല. കാരണം അമ്മാതിരി സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അത് വെളിപ്പെടുത്തുന്ന തരത്തിൽ, അത് വിശദമാക്കുന്ന തരത്തിലുള്ള ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹർഷൻ പൂപ്പാറക്കാരൻ എഴുതിയ ഒരു കുറിപ്പ്. അത് വിശദമായ പഠനങ്ങൾക്ക് ശേഷം എഴുതിയ കുറിപ്പാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നേരത്തെ പറഞ്ഞ കാര്യവും ഇതും കൂടി ചേർത്ത് വായിച്ചാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതൊന്നും വെളിപ്പെടുത്താത്തത് എന്നുള്ള കാര്യം അറിയാം. ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം. കോർപ്പറേറ്റ് മാധ്യമ സാഹചര്യം എന്താണ് എന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ആ കുറിപ്പിലേക്ക് കടക്കാം. കോർപ്പറേറ്റ് ഹിന്ദുത്വയ്ക്ക് കീഴടങ്ങിയ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ എന്ന തലക്കെട്ടിലായിരുന്നു കുറിപ്പ്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് 2016 പാർലമെൻറ്റിൻ്റെ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി ഒരു ഡിഫൻസ് ഇൻവെസ്റ്ററും പ്രവർത്തിച്ചിരുന്നു. അതായത് രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ മുന്നോട്ടുള്ള നയങ്ങളെയും പദ്ധതികളെയും നിലപാടുകളെയും സ്വാധീനിക്കുന്ന ഉന്നതമായ സമിതിയിൽ ഒരു സ്വകാര്യ പ്രതിരോധ നിക്ഷേപകന് കസേര വലിച്ചിട്ടിരിക്കാനും കാര്യങ്ങൾ അറിയാനും ഇടപാടുകളിൽ സാന്നിധ്യം അറിയിക്കാനും പ്രതിരോധ രംഗത്തെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനും ഉള്ള അവസരം ലഭിച്ചു. എങ്ങനെ സംഭവിച്ചു എന്നല്ലേ? അദ്ദേഹം ഒരേ സമയം രാഷ്ട്രീയ നേതാവും രാജ്യസഭാ അംഗവും പ്രതിരോധ മേഖലയിലടക്കം നിക്ഷേപങ്ങളുള്ള ഒരു കോർപ്പറേറ്റും ആയിരുന്നു. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഒറ്റയടിക്ക് തിരിച്ചറിയാവുന്ന സാഹചര്യം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിശിതമായി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട വിഷയം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ ആവേണ്ട മാധ്യമങ്ങളൊന്നും ഇത്ര ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഒരൊറ്റ മാധ്യമ സ്ഥാപനമാണ് കശാപ്പുകാരനെ തന്നെ കാലികളുടെ കാവലേൽപ്പിച്ച മട്ടിലുള്ള ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. 99.99% മാധ്യമ സ്ഥാപനങ്ങളും മൗനം പാലിച്ച വിഷയത്തിൽ ദി വയർ എന്ന നവമാധ്യമം ആ കോർപ്പറേറ്റ് അട്ടിമറി റിപ്പോർട്ട് ചെയ്തു. 2017 ഫെബ്രുവരി 17 ഇൻ ഹൂസ് ഇൻട്രസ്റ്റ് ഡു അവർ സോൾജിയേഴ്സ് മാർച്ച് എന്ന തലക്കെട്ടിൽ ദ വയറിന് വേണ്ടി സച്ചിൻ റാവു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. തൊട്ടു പിന്നാലെ രാജ്യസഭാ അംഗവും ഡിഫൻസ് ഇൻവെസ്റ്ററുമായ ആ കോർപ്പറേറ്റ് ഭീമൻ ദി വയറിനെതിരെ കോടതിയെ സമീപിച്ചു. 2017 മാർച്ച് 2 ബാംഗ്ലൂർ സിറ്റി സിവിൽ കോടതി ഏകപക്ഷീയമായി വിധി പുറപ്പെടുവിച്ചു. റിപ്പോർട്ട് പിൻവലിക്കണം എന്ന അസാധാരണമായ ഉത്തരവ് ദി വയറിനെ കേൾക്കാതെയാണ് ബാംഗ്ലൂർ സിറ്റി കോടതി പുറപ്പെടുവിച്ചത്. വിമർശകരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന കോർപ്പറേറ്റ് തന്ത്രത്തിന് ഒപ്പം നിൽക്കുന്നതായിരുന്നു ബാംഗ്ലൂർ സിറ്റി കോടതിയുടെ വിധി. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2019 ഫെബ്രുവരി 19 ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം വിചാരണ കോടതിയിൽ നിന്ന് ദി വയർ നേടിയെടുത്തത്. പ്രതിരോധ വകുപ്പിൻ്റെ നിർണായക വിവരങ്ങൾ അറിയാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ പ്രതിരോധ തന്ത്രവും പ്രതിരോധ ചെലവും എന്തായിരിക്കും എന്ന് പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലിരുന്ന് മുൻകൂട്ടി അറിഞ്ഞ ആ ഡിഫൻസ് ഇൻവെസ്റ്റർ മലയാളിക്ക് സുപരിചിതനാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇൻവെസ്റ്റർ രാജീവ് ചന്ദ്രശേഖറാണ് ആ കോർപ്പറേറ്റ് ഭീമൻ. അന്ന് അദ്ദേഹം കേരളത്തിലെ NDAയുടെ വൈസ് ചെയർമാനായിരുന്നു. പിന്നീട് യൂണിയൻ ഗവൺമെൻറ്റിലെ IT സഹമന്ത്രി വരെയായി. 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി മത്സരിക്കാനും എത്തി. സംഘപരിവാറിൻ്റെ മെഗാഫോണായ റിപ്പബ്ലിക് TVയുടെ സ്ഥാപകൻ, കർണാടകത്തിലെ സുവർണ ന്യൂസ്, ഇൻഡിഗോ FM, ഇംഗ്ലീഷ് പോർട്ടലായ ന്യൂസബിൾ തുടങ്ങി എണ്ണം പറഞ്ഞ മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളി. ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ. എങ്ങനെയെല്ലാമാണ് ഒരു തീവ്ര വലതുപക്ഷ സർക്കാരും കോർപ്പറേറ്റുകളും പരസ്പരം സഹായിക്കുന്നത് എന്നതിന് ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രാജീവ് ചന്ദ്രശേഖർ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മദർ കമ്പനിയായ ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആക്സിസ് കേഡിൻ്റെ നിക്ഷേപകൻ കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിയന്ത്രണത്തിലുള്ള 3 സ്ഥാപനങ്ങൾ അവയുടെ ഓഹരിയുടെ ഒരു ഭാഗം പ്രതിരോധ രംഗത്ത് സജീവമായ വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിറ്റിട്ടുണ്ട്. ചിങ്കിടി മൂലധനത്തിൻ്റെ വിന്യാസം അമ്പരപ്പിക്കുന്നതും കൗതുകകരവുമാണെന്ന് 2019 scroll.in റിപ്പോർട്ട് ചെയ്തു. വിമാനങ്ങളുടെ പരിപാലനവും പൈലറ്റുമാരുടെ പരിശീലനവും നടത്തുന്ന ഇന്ത്യൻ എയ്റോ വെഞ്ചേഴ്സിൻ്റെ 81.98% ഓഹരി ഹിന്ദുസ്ഥാൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ്സിൻ്റെ കയ്യിലായിരുന്നു. ആരാണ് ഹിന്ദുസ്ഥാൻ ഇന്ത്യൻ എയ്റോ വെഞ്ചേഴ്സിൻ്റെ ഉടമകൾ എന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖറിൻ്റെ ജുപ്പിറ്റർ ക്യാപിറ്റൽസ്. തീർന്നിട്ടില്ല. 2007 സ്ഥാപിതമായ ഇന്ത്യൻ എയ്റോ വെഞ്ചേഴ്സിൻ്റെ 17.85% ഓഹരി പല ഘട്ടങ്ങളിലായി യൂറോപ്യൻ എയർനോട്ടിക് ഡിഫൻസ് ആൻഡ് സ്പേസ് അഥവാ എയർബസ് വാങ്ങി.
പാസഞ്ചർ വിമാനങ്ങൾ മാത്രമല്ല, റഫാലിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന മെറ്റിയോർ മിസൈലുകളുടെ നിർമ്മാണം നടത്തുന്ന MBDA മിസൈൽ സിസ്റ്റത്തിൻ്റെ പങ്കാളി കൂടിയാണ് എയർബസ് എന്നറിയുമ്പോഴാണ് ശിങ്കിടി മൂലധനത്തിൻ്റെ വലക്കണ്ണികളുടെ വ്യാപ്തി എത്ര സങ്കീർണവും പരസ്പര ബന്ധിതവുമാണ് എന്ന് പിടികിട്ടുക. റഫാൽ വിമാന ഇടപാട് ചർച്ച ചെയ്ത പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലടക്കം ഡിഫൻസ് ഇൻവെസ്റ്ററായ രാജീവ് പങ്കെടുത്തിരുന്നു എന്നുകൂടിയാണ് യോഗത്തിൻ്റെ മിനിറ്റ്സ് സാക്ഷ്യപ്പെടുത്തി scroll.in റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വിചിത്രമായ സംഗതി കൂടിയുണ്ട്. രാഷ്ട്രീയക്കാരനായി മാറിയ കോർപ്പറേറ്റ് വ്യവസായി രാജീവ് ചന്ദ്രശേഖർ 2018 BJPയുടെ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കാണിച്ച വാർഷിക വരുമാനം 28 കോടി രൂപയാണ്. കുടുംബസ്വത്തിൻ്റെ മൂല്യം 65 കോടി രൂപയും. എന്നാൽ 2018 7100 കോടി രൂപയുടെ നിക്ഷേപം കൈകാര്യം ചെയ്ത 1026 കോടി രൂപയുടെ വാർഷിക വരുമാനം നേടിയ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏറ്റവും വലിയ കമ്പനിയായ ജുപ്പിറ്റർ ക്യാപിറ്റൽ സത്യവാങ്മൂലത്തിൽ ഇല്ല. പകരം 4 ചെറിയ കമ്പനികളാണ് സത്യവാങ്മൂലത്തിലുള്ളത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ സ്ഥാനാർത്ഥി ഓഹരിയുള്ള കമ്പനിയുടെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ കമ്പനികളുടെ അനുബന്ധ സ്ഥാപനങ്ങളുടെ ആസ്തിയും വരുമാനവും പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന കാര്യം പറയുന്നില്ല. ആ പഴുതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രയോജനപ്പെടുത്തിയത്. അധികാര ദുർവിനിയോഗത്തിലൂടെ ആസ്തി വികസിപ്പിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് സ്ഥാനാർത്ഥികൾ സ്വത്ത് വെളിപ്പെടുത്തണം എന്ന നിബന്ധന ജനപ്രാതിനിധ്യ നിയമത്തിൽ ഉള്ളത്. അത് സത്യസന്ധമായി വെളിപ്പെടുത്താതിരിക്കുക വഴി പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കസേര ഉറപ്പിക്കാനും അത് ചൂണ്ടിക്കാണിച്ച ദ വയറിനെ കോടതി വ്യവഹാരത്തിലൂടെ ഞെരുക്കാനും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. 95% വരുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഹിന്ദുത്വ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ ആക്രമിക്കുന്ന മുതലാളിയുടെ ചാനലാണ് ഇവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ ശബ്ദം എന്ന് അവകാശപ്പെടുന്നത്. എന്താണ് വൈരുദ്ധ്യം? ഇന്ത്യൻ മാധ്യമരംഗത്തെ സമ്പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ യഥാർത്ഥ താല്പര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരൊറ്റ മുതലാളിയുടെ ഉദാഹരണം മതിയാകും. ശബ്ദിക്കുന്ന മാധ്യമങ്ങളെ നിശബ്ദരാക്കുക എന്നുള്ള നയം ഭരണകൂട ഏജന്റുമാർ വ്യാപകമായി രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. കോർപ്പറേറ്റ് തന്ത്രം കൂടിയാണ് അത്. പരിമിതമായ സാമ്പത്തിക പിന്തുണയുള്ള പ്രതിപക്ഷ സ്വഭാവമുള്ള സഹകരണ സംരംഭങ്ങളായി നിലനിൽക്കുന്ന മാധ്യമങ്ങളെയാണ് നൂറുകണക്കിന് മാധ്യമ സ്ഥാപനങ്ങളെ കൈവശം വയ്ക്കുന്ന കോർപ്പറേറ്റുകൾ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. അതേസമയം ഇതേ കോർപ്പറേറ്റുകളുടെ ചാനലുകളിൽ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് നടത്തുന്ന ഗിരിപ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഭീകരം. ദി വയറിനെ നിശബ്ദമാക്കാൻ തച്ചിന് പണിയെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉടമയായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അന്തിച്ചർച്ചയിൽ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് വിനു വി ജോൺ കണ്ടക്ഷോഭം ചെയ്യുന്നതും ഈ സത്യാനന്തര കാലത്ത് നമ്മൾ സഹിക്കണം എന്നാണ് ഹർഷൻ പൂപ്പാറക്കാരൻ എഴുതുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമായ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നന്ദി, നമസ്കാരം.